യുദ്ധക്കളത്തിൽ വെച്ച് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന അർജുനൻ്റെ മനോവൈഷമ്യം കണ്ട് അർജുനനിലൂടെ ലോകത്തിന് വേണ്ടിയിട്ട് ഭഗവത്ഗീത എന്ന മഹത്തായിരിക്കുന്ന ദാർശനിക ആശയങ്ങളെ ഭഗവാൻ കൃഷ്ണൻ ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന ദാനം ജ്ഞാനദാനമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭഗവത്ഗീത നമ്മളുടെ എല്ലാം നാവിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു കുരുക്ഷേത്രം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഭഗവത്ഗീത ഉരുവിടുകയും ആ കുരുക്ഷേത്രത്തെ തരണം ചെയ്യാനായിട്ട് ഗീത പര്യാപ്തമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യം, ആ അനുകമ്പ നമ്മളെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ നികമ്പാശാലിയായിട്ട് കാണുകയാണ്. അപ്പോൾ ഭാഗവതവും അതുപോലെ വിഷ്ണു പുരാണവും ഒക്കെ നിങ്ങൾ വായിച്ച് കൃഷ്ണൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കൃഷ്ണനൊരു പൂർണ്ണാവതാരമായിട്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ എണ്ണിപ്പോരുന്നത്. ആ പൂർണ്ണാവതാരം പൂർണ്ണമായൊരു ജീവിതത്തെ നമുക്ക് കാണിച്ചു തന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ പോരുന്ന ഒരു അവബോധം നമുക്കിന്നും വളർന്ന് വികസിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കും. പക്ഷേ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ഭഗവാനെ പോലെയാണ്. ഭഗവാന്റെ ജീവിതം നമ്മളുടെ മുന്നിൽ തുറന്ന ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ചെടുക്കാൻ നമുക്ക് കുറച്ചുകൂടിയും പ്രാപ്തി കൈവരേണ്ടതായിട്ടുണ്ട്.